അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ പേര് ചൊന്ന 25 നബിമാരിൽ നിന്ന് ഞങ്ങണ്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമായിട്ട് വിവരിക്കപ്പെട്ട്. ഖുർആനിൽ പേര് ചൊന്ന നബിമാരെ കുറിച്ച് അറിയാൻ നമുക്ക് നിർബന്ധമായ ഒരു വിഷയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ നാളും ഓരോ നബിയെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചുകൊണ്ട് പോവാം. നാളെ ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കറും, അതുപോലെ ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തുവാട്ടി കൊടുക്കും. മഹാനായ ആദം നബി അലൈഹി സ്വലാം, അതിൽ പിന്നെ ഇദ്രീസ് നബി, അതിൽ പിന്നെ നൂഹ് നബി, ഹൂദ് നബി, 5ാമത്തെ നബിയായി സ്വാലിഹ് നബി അലൈഹി സ്വലാം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമുടെ മോൻ, അയാളെ മോനിൽപ്പെട്ട സാം ചൊൽഡയിലെ പാരമ്പര്യത്തിലായിട്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ചൊന്നല്ലോ ആദ് ഗോത്രം ചൊന്നില്ലേ, അഹ്കാഫ്, യമന്റെ ഹദർമൗത്തിലെ അഹ്കാഫും ചൊല്ല പ്രദേശത്തിൽ വസിച്ചിരുന്ന അങ്ങനെ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം വന്നത്. അതിൽ പിന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൽ പിന്നെ വന്ന നബി ആയിട്ട് അതേ സാം ചൊല്ലയുടെ സന്താന പരമ്പരയിൽപ്പെട്ട പിന്നെ ഒരു ഗോത്രമായിട്ട് സമൂത് ചൊല്ലത്. ആ സമൂത് ഗോത്രത്തുകായിട്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം ഉണ്ട്. ഹിജാസിലെയും ഷാമുടെയും ഇടയ്ക്കുള്ള പിന്നെ ഹിജർ ചൊല്ല പ്രദേശത്തായിട്ട് അങ്ങ് വസിച്ചതിന് ഹിജർ ഉണ്ടായിട്ട് അവിടുത്തെ പേര്. അങ്ങ് വലിയ ശക്തരായ മനുഷ്യരായിട്ട് ശക്തരായ മനുഷ്യർ എന്നെങ്കിൽ വലിയ വലിയ പാറക്കല്ല് അതിരെ തുറന്നിട്ട് അതിരൊക്കെ ഒട്ടയാക്കിയിട്ട് അതിൽ അവാക്കി ചെയ്യുന്നത്. പിന്നെ കാലി പ്രദേശങ്ങളിൽ വലിയ വലിയ കല്ല് കെട്ടിയിട്ട് വലിയ വലിയ ബിൽഡിംഗ് ആക്കി വെട്ടുന്നത്. അങ്ങനെ ഭയങ്കര ശക്തിയുള്ള ആളുമാറായിട്ടുന്നത്. കൊട്ടാരങ്ങൾ നിർമ്മിക്കട്, പർവ്വതങ്ങൾ തുറന്ന് ഭവനങ്ങളാക്കട്. ഇങ്ങനെ മാത്രമല്ല അങ്ങനെ എന്താക്കിയാറ്, വിഗ്രഹാരാധന കുസുറാക്കിയാറ്. പിന്നെ ശരിയായ ഇസ്ലാമിൽ നിന്ന് തെരുത്തപ്പിപ്പോയർ. അപ്പൊ അങ്ങനെ ഗോത്രത്തിൽപ്പെട്ട, അങ്ങനെ അതേ ഫാമിലിയിൽപ്പെട്ട, ആ സമൂഹ ചൊല്ല ഗോത്രത്തിൽപ്പെട്ട മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ അള്ളാഹു അങ്ക് നബിയായി റസൂലായി അങ്ക് നിയോഗിച്ച അതിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ കൊണ്ട് വിശ്വസിച്ച, ബാക്കി ഞങ്ങൾ വിശ്വസിച്ചില്ല. അപ്പൊ അങ്ങനെ എന്താക്കിയാറ്, സ്വാലിഹ് നബി അലൈഹി സ്വലാം ഇസ്ലാം മുഖേനായി വിളിച്ചപ്പോൾ, അങ്ങക്ക് ദീൻ ചൊന്നു കൊടുത്തപ്പം അങ്ങ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ആക്ഷേപിച്ചാറല്ലാണ്ട് ലാസ്റ്റിക്ക് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ടീ ചൊന്നാറ്, നീയൊരു മാട്ടമോ മന്ത്രമോ ആക്കടേമോ അന്ന നീ ഒരു യഥാർത്ഥ നബീൻ കണ്ടെങ്കിൽ എന്നാ ഈ പർവ്വതത്തിൽ നിന്ന്, ഈ കരിമ്പാറയിൽ നിന്ന് ഒരു വണ്ട പറഞ്ഞു, ഈ കറുത്ത വലിയ പാറക്കല്ലിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു വണ്ട പറഞ്ഞു വന്നിട്ട് അത് കുഞ്ഞു വെക്കണം എന്നെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം ചൊന്നത്. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുറട്ടിക്ക് ദ്വാർന്നിട്ടാകുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വാലിഹ് നബിക്ക് മൂജിസത്തായി ഒരു ദൃഷ്ടാന്തത്തെ അള്ളാഹുക്ക് കാട്ടിക്കൊടുത്ത. അതാ ആ പാറക്കല്ല് പൊട്ടി അതിൽ നിന്ന് ഒരു വണ്ട വന്നു, അത് കുഞ്ഞു വെച്ചിട്ട്. അത് സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ മൂജിസത്തായ വണ്ടയായിട്ടിരിക്കുന്നത്, അത് സാധാരണ വണ്ടയല്ല. അപ്പൊ കൊരിയാൽമാർ അപ്പം വിശ്വസിച്ചാൽ കാഫിരിങ്ങൾ അപ്പം വിശ്വസിച്ചില്ല. ബാക്കി വേറെത്തങ്ങ് വിശ്വസിച്ച് എന്തെങ്കിലും ഒന്നെങ്കിൽ ഇങ്ങനെ കേട്ടത് സ്വാലിഹ് നബിനെ നബീൻ്റെ വിശ്വസിക്കുവാനായിട്ടല്ല, സ്വാലിഹ് നബിക്ക് അത് സാധ്യയില്ല എന്നും മനുഷ്യന്മാർക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ടിക്കത്, നിസാരപ്പെടുത്തുക അങ്ങ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അങ്ങ് ഈമാൻ കിട്ടില്ല, അപ്പോൾ അങ്ങ് വിശ്വസിച്ചില്ല. ചെറിയ ആൾമാർ വിശ്വസിച്ചത്. പിന്നെ അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അങ്ങ് കൊടുത്ത ആ ഒരു വണ്ട, ആ വട്ടകം അത് വന്ന് അത് കുഞ്ഞു വെച്ചിട്ട് വണ്ടയുടെ കുഞ്ഞ് സ്വാലിഹ് നബി അലൈഹി സ്വലാം തന്നു നാക്കത്തല്ലാഹി വസുഖിയാഹ, അത് അള്ളാഹുടെ വണ്ടയായിട്ടിട്ട്. ആ വണ്ടയുടെ തൊട്ടു പോണ്ട, അതൊക്കെന്ത് ഉപദ്രാക്കോ തീറ, അതൊക്കെന്ത് അന്യായാക്കോ തീറാണ്. അപ്പൊ അങ്ങ് അത് കേട്ടെടുത്തോണ്ടതല്ലേ, ഒരു മൂജിസത്ത് അങ്ങ് കേട്ടെടുത്തോണ്ടതല്ലേ. പക്ഷെ അതൊക്കെ എന്തായി തോന്നുന്ന അങ്ങക്ക് പിന്നെ ആ ഹിജ്ർ ചൊല്ല ഗോത്രത്തിൽക്ക് ഒരേ ജലാശയം തണ്ണി കിട്ടുന്ന ഒരു ഏരിയ മാത്രമേ, അതിൽ നിന്നായിട്ടിട്ട് അങ്ങക്കും എല്ലാത്തുക്കും കുടിക്കുക തണ്ണി, മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും കുടിക്കുമല്ല തണ്ണി അതിൽ നിന്ന്. പക്ഷെ ഈ വണ്ട വന്നപ്പോൾ പിന്നെ ഈ വണ്ടക ആ തണ്ണിയെല്ലാം കുടിക്കുക വേണം.
അപ്പം അത് അങ്ങനെ അതെന്ന് വെച്ചാൽ എന്നെ അത് സാധാരണ വണ്ടയല്ല, അള്ളാഹ് മോചിതത്തായിട്ട് കൊടുത്ത വണ്ടാണ്. അപ്പോൾ ആ വണ്ടയ്ക്ക് ചില സ്പെഷ്യൽ ഇക്കട് അതിൽ പെട്ട ഒന്നായിട്ട് ഈ തണ്ണിയെല്ലോ അത് കുടിച്ചിട്ടിരിക്കുന്നത് അണ്ട് ഇങ്ങൾക്കോ മൃഗങ്ങൾക്കോ തണ്ണിയില്ല. അപ്പോൾ സാലിഹ് നബി അലൈഹി സ്വലാം കൊടുത്തു ഒരു നാൾ വണ്ട തണ്ണി കുടിക്കുന്നത് അണ്ട് നിങ്ങൾക്ക് ആർക്കും തണ്ണിയില്ല, പിറ്റാണ്ട് വണ്ടയൊക്കെ തന്നെയില്ല നിങ്ങൾക്ക് തന്നെ, അങ്ങനെ ഒരു നാൾ അങ്ങക്കും ഒരു നാൾ വണ്ടേക്കും. പക്ഷെ ಅದಕ್ಕೆ ബദലായിട്ട് ഇങ്ങനെ എന്തിനു വന്നിരുന്നില്ല, ഈ വണ്ടയിൽ എത്ര അങ്ങ് കറന്നിട്ട് പാലെടുത്തോളാം, പാൽ എത്രയും കിട്ടും. ആ ഏരിയത്തെ എല്ലാ ആൾമാർക്കും ആണിങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയങ്ങൾക്കും കുടിക്കത്തക്ക പാല്. അപ്പോൾ എല്ലാവർക്കും അത് പെയ്യോ. അപ്പോൾ ആറ് ഔത്ത് പോയി എന്താക്കുക, അതിൽ നിന്ന് പാൽ അങ്ങ് കറന്നെടുത്ത് കുടിക്കാം. അപ്പം തണ്ണിയുടെ ബദൽ അത് കിട്ടും. ഇങ്ങനെയായിട്ട് അങ്ങ് എന്തായിരിക്കുന്നത്, അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തത്. ഈ മോചിതത്ത് കണ്ട് കുറേ ആൾമാർ വിശ്വസിച്ചെങ്കിലും ഭൂരിഭാഗം അവിശ്വാസത്തിലെ തുടർന്നുണ്ട്. അപ്പോൾ മോചിതത്ത് കേട്ടിട്ട് എടുത്തേണ്ടതല്ലേ, അപ്പോൾ വിശ്വസിച്ചിട്ടില്ലാകുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല രണ്ടാമതൊരു പരീക്ഷ എനിക്ക് അള്ളാഹു തആല കൊടുത്ത എന്തേ, ഈ വണ്ടയുടെ കണ്ടെങ്കിൽ ബാക്കി അങ്ങനെ ആടും പയ്യും വണ്ട ഒന്നും നിൽക്കില്ല. ചെന്ന മോചിതത്ത് കേട്ടെടുത്തുണ്ടാറ്. അപ്പം തന്നി ഒരു നാൾ എനിക്ക് കിട്ടാണ്ടായിട്ട് ജന്നാമത് മൂജിസത്ത് വന്നപ്പോൾ വിശ്വസിച്ചാറാ ഇല്ല, വിശ്വസിച്ചിട്ടില്ലാണ്ടാകുമ്പോൾ ആ വണ്ട നമുക്ക് ഒരു ആഫത്തായിട്ട്. എങ്ങനെ ആഫത്താവിടെ, അങ്ങനെ മൃഗങ്ങളൊന്നും ഈ വണ്ടയുടെ കണ്ടിന് നിൽക്കില്ല. അങ്ങനെ ആട് പയ്യ് വണ്ട ഈ വണ്ട അള്ളാഹു മോചിതത്തായിട്ട് കൊടുത്ത ഈ വണ്ടയുടെ കണ്ടെങ്കിൽ അതേതും നിൽക്കില്ല, അതെല്ലാം ഓടിപ്പോണ്ടി. പിന്നെ അങ്ക് ഇന്നത്തെ പോലെ അങ്ക് പിന്നെ ഫാക്ടറിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്നുമില്ല. പല കാലങ്ങളൊക്കെ മനുഷ്യന്മാർ ഇതായിട്ട് മൃഗങ്ങളെ കൊണ്ടായിട്ട് ജീവിച്ചെങ്കിൽ കുറേ ആട് വളർത്തറ്, അതിൽ നിന്ന് മറുത്തിട്ട് തിന്നിടാറ്, അതുപോലെ വണ്ട വളർത്തറ്, അതിലെ പാൽ കറന്നിട്ട് കുടിക്കിടാറ്. ഇങ്ങനെ ആയിട്ട് അങ്ങനെ ഏറ്റവും വലിയ ജീവന മാർഗം ചൊല്ലത് ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിട്ട് വണ്ട വളർത്തിട്ടും ആട് വളർത്തിട്ടും അല്ലെ. പല ഇപ്പൊ കൃഷി ഉണ്ടാക്കണമെങ്കിലും മൃഗങ്ങൾ ആവശ്യം തന്നെ ആയിട്ട്. അപ്പോൾ ആ നിലക്ക് അങ്ങ് ജീവിച്ചിരുന്നാണ്. അപ്പം ഇങ്ങനെ വണ്ട ഇങ്ങനെ ആട് ഇങ്ങനെ പയ്യ ഇതൊന്നും നിൽക്കില്ല, അതെല്ലാം ഓടിപ്പോണ്ടേ. ഇങ്ങനെ ആയിട്ടിട്ട് അപ്പം എന്താക്കിയാറ് വന്നിട്ട് അങ്ങ് ഒട്ടകത്തെ കൊല്ലുക തീരുമാനിക്കാറ്. അങ്ങനെ കുതാർ എന്ന ദുഷ്ടനായിട്ടിട്ട് ആ വണ്ടയുടെ കുത്തിയിട്ട് അതിൽ ഇതാക്കിയിട്ട് കൊന്നാർ വണ്ടയുടെ കൊന്നിട്ട് ആകുമ്പോൾ കുഞ്ഞ് ഓടിപ്പോയിത്ത്. അത് എവിടെ പോയിത്തിന് വന്നില്ല. അപ്പോൾ ഉമ്മയും ബാപ്പയില്ലാത്ത ഒന്ന് ഏത് കേട്ടെങ്കിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ വണ്ട. ആദം നബി അലൈഹി സ്വലാമൊക്കെ ബാപ്പയില്ല ഉമ്മയില്ല, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സൃഷ്ടിച്ചതായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചരിത്രത്തിൽ ചൊന്ന. അതേപോലെ സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ വണ്ട അതൊരു കുഞ്ഞു വെച്ചിട്ടായ വണ്ടല്ല. ആ വണ്ട വന്നിട്ട് പിന്നെ കുഞ്ഞു വെച്ചിട്ട് അതൊക്കെ കുഞ്ഞിരുത്ത്. അപ്പോൾ ആ വണ്ടക്ക് ഇതില്ല, ബാപ്പയില്ല ഉമ്മയില്ല. സാധാരണ മൃഗങ്ങൾക്കൊക്കെ അവർ ആണും പെണ്ണും എണ്ണ ചേർന്നിട്ടെല്ലാം ഉണ്ടാവരെ. അപ്പം ഈ വണ്ടക്ക് അതില്ല. ഇത് അള്ളാഹുടെ കുതിരത്തായിട്ട് അള്ളാഹു താല കൊടുത്ത വണ്ടയായിട്ട് ഇടതാനാണ് പഠിച്ചത്. ഇത് സാധാരണ വണ്ടയല്ല. അപ്പം അത്ര തണ്ണി കുടിക്കൊണ്ടിട്ടുണ്ടെങ്കിലും അതിലെ പാൽ ഇത്ര ആൾമാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമല്ലേ. അപ്പം ഇങ്ങനെ മൃഗങ്ങളൊന്നും ഇതിനെതിരിൽ പേടിച്ചിട്ടു അതിനെ കാണുമ്പോൾ പേടിച്ച് ഓടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഈ വണ്ടയുടെ കൊല്ലൊക്കെ തീരുമാനമാക്കി അതിൽ കുതാർ എന്ന ദുഷ്ടനായിട്ട് ഈ വണ്ടയുടെ കൊന്നത്. കുറേ ആൾ കൂടിയിട്ടായിട്ട് അതിൽ കൊന്നത്. അപ്പൊ സ്വാലിഹ് നബി അലൈഹി സ്വലാം ചെന്ന് അള്ളാഹുടെ ശിക്ഷ പറഞ്ഞു, 3 നാൾ വിട്ടിട്ട് നിങ്ങൾക്ക് അള്ളാഹുടെ ശിക്ഷ ഉണ്ട്. അപ്പൊ സ്വാലിഹ് നബിയുടെ കൊല്ലൊക്കെ ഇങ്ങനെ തീരുമാനിക്കാറ്. സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ കൊല്ലൊക്കെ വേനായിട്ട് കുറേ ആൾമാർ ഒരു പർവ്വതത്തെ പർവ്വതങ്ങളിൽ കല്ലല്ലിക്കണല്ല, ആ കല്ലുടെ അടിയിൽ ഒഞ്ചിരിച്ചാൽ സ്വാലിഹ് നബി അലൈഹി സ്വലാം മഞ്ഞ പോകുമ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ കൊല്ലണോ. അങ്ങനെ വഞ്ചിതച്ച ആ സമൂഹത്തിൽ ആ പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് അങ്ങനെ ചത്തുപോയാൽ. അപ്പോൾ 3 നാളായിട്ട് 3 നാൾ കഴിഞ്ഞിട്ട് അള്ളാഹുടെ ശിക്ഷ പറഞ്ഞിട്ടല്ലേ ചൊന്നല്. അപ്പോൾ 3-ാമത്തെ നാളാകുമ്പോൾ മേൽഭാഗത്ത് മോട ആ ഭാഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടിട്ട് അത് ആകാശത്തുള്ള ഒരു ഘോര ശബ്ദം, ഭൂമി കുലുക്കവും ഇതെല്ലാം മൈത്ത് കാഫിരീങ്ങളെല്ലാവരും ചത്തുപോയാൽ. സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുടെ കൽപ്പന പ്രകാരം ആ റായപ്പെട്ടു പോയിട്ട്. അപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ ആ വണ്ട അള്ളാഹു താല മുജിസത്തായിട്ട് കൊടുത്തു. അപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം മുന്നൽ ഹൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ ഇസ്ലാം ദീനിക്ക് വിളിച്ചതുപോലെ തന്നെ ആയിട്ട് വിളിച്ചത്. അങ്ങും വിശ്വസിച്ചില്ലേ.
അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നത് ഏത് കദ്ദബത് സമൂദുൽ മുർസലീൻ, സമൂദ് ഗോത്രത്തങ്ങ അങ്ങ് അയച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ നിഷേധിച്ച ഇദ് ഖാല ലഹും അഖൂഹും സാലിഹുൻ അലാ തത്തഖൂൻ, സ്വാലിഹ് നബി അലൈഹിസ്സലാം ചെന്ന് നിങ്ങ അള്ളാഹുക്ക് ഭയപ്പെടില്ലേ, അള്ളാഹുക്ക് നിങ്ങൾ തഖ്വ ചൊല്ലി. قالوا يا صالح قد كنت فينا مرجوا قبل هذا. സാലിഹ്, ഇതൊക്കെ മുന്നിൽ ഞങ്ങളിൽ നീ ഒരു പ്രതീക്ഷ എന്ന ഒരു വ്യക്തിയായിട്ടിന്നെ, എനിക്ക് നല്ല ഇൽമുണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാത്തിലും എനിക്ക് തീരും, നല്ലൊരു ബുദ്ധിയുള്ള ആൾ, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു നിന്റെ സംബന്ധിച്ചുള്ള ഭാവിയുണ്ട്. ഞങ്ങളെ ബാപ്പന്മാർ ഇതൊക്കെല്ല ഇബാദത്ത് എടുത്തോണ്ടിരുന്നത്, അതൊക്കെ നീ ഇബാദത്ത് എടുക്കാണ്ടായിട്ട് ഞങ്ങൾ തടയിടുമാ. നിങ്ങൾ വിശ്വസിക്ക്, നീ വിളിക്കരേ, അതൊക്കെ ഞങ്ങൾക്ക് വറവ്, നിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് മെയ്യാവില്ല, ഞങ്ങൾ അതിൽ സംശയമായിട്ടിക്കട, നീ വിളിക്കടത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. സൂറത്ത് ഹൂദിൽ ചെന്ന് യാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഏ സമൂഹമേ, അള്ളാഹു താല നിങ്ങൾക്ക് അത്ഭുതമായിട്ട് കാട്ടിത്തന്നു എന്നായിട്ട് ഈ വണ്ടെ അള്ളാഹുടെ ഭൂമിയിൽ അത് മേഞ്ഞ് തിന്നട്ടെ, അതിൽ തുടങ്ങോ ഉപദ്രാക്കോ വേണ്ട. അങ്ങനെ ഐത്തൻ കണ്ടെങ്കിൽ അള്ളാഹുടെ ശിക്ഷ നിങ്ങൾക്ക് വരൂ. സൂറത്ത് ഹൂദിലായിട്ട് ഇവിടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചൊന്നത് അത് ആ വണ്ടിയുടെ തൊടണ്ട. ഇനി സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ, ആ ഹിജ്ർ ചൊല്ല പ്രദേശത്തിൽ, അതായത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഈ ഗോത്ര സമൂഹം ചൊല്ല ഈ ഗോത്ര ഇങ്ങനെ താമസിച്ച ഈ ഹിജ്റുള്ള ആളുമാർ അള്ളാഹു കടത്തിയ റസൂലിനെ അങ്ങ് നിഷേധിച്ചത്. അങ്ങക്ക് ഞങ്ങളെ ദൃഷ്ടാന്തത്തിന് അങ്ങ് കാട്ടിക്കൊടുത്ത, ആ ദൃഷ്ടാന്തത്തെ അങ്ങ് എന്താക്കിയത് തിരിഞ്ഞു കളഞ്ഞാൽ അങ്ങ് ഉൾക്കൊണ്ടില്ല അല്ലെ, വൺടൈഡ് അള്ളാഹു മോചിതത്തായിട്ട് കൊടുത്ത. അങ്ങ് വലിയ വലിയ പർവ്വതങ്ങൾ തുറന്നിട്ട് അതിനെ വട്ടയാക്കിയിട്ട് അതിനെ അവാക്കൊണ്ടിരുന്നത്. അള്ളാഹുടെ ആ നബിയെ സ്വാലിഹ് നബിയെ കൊല്ലൊക്കെ നോക്കിയാൽ വൺടൈഡ് കൊന്നർ അള്ളാഹുടെ ശിക്ഷ അങ്ങ് ಬಂತು, അട്ടഹാസായിട്ട് അങ്ങ് ಬಂತು. സ്വൈഹത്ത് ചൊന്ന ഘോര ശബ്ദ അട്ടാസ്. ഇപ്പൊ ചെട്ടിൽ ബന്ധം കണ്ടെങ്കിൽ അല്ലെ മനുഷ്യന്മാർ പേടിക്കില്ല, അവർക്കെല്ലാം ഇതായിക്കൊണ്ടില്ലേ. അപ്പൊ അതിനേക്കാൾ എത്രയോ ഇരട്ടി ശബ്ദമുള്ള ശബ്ദം കേട്ടെങ്കിൽ അല്ലെ മനുഷ്യർക്ക് താങ്ങുകാവുന്ന ഒരു മിത്തിയുണ്ട്, ഒരു ലിമിറ്റിക്കട്. അതായത് അപ്പുറം മനുഷ്യർക്ക് താങ്ങുകാവില്ല, ചൂടും താങ്ങുകാവില്ല, ചടി താങ്ങുകാവില്ല അല്ലെ. ഇപ്പൊ ഒരു ലിമിറ്റിക്കട്, ആ ലിമിറ്റ് ഏറിപ്പോയി കണ്ടെങ്കിൽ മനുഷ്യർക്ക് താങ്ങടേക്കൊരുതിക്കട. അപ്പൊ ശബ്ദം അങ്ങനെ, ശബ്ദത്തിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ഘോര ശബ്ദം ചെന്ന് ഈ ചെട്ടിൽ പണ്ടല്ല, അതിനേക്കാൾ എത്രയോ വലിയ ശബ്ദമായിട്ട് ഇവിടെ നമുക്ക് കേൾക്കില്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ താങ്കൾ എല്ലാവരും ചത്ത് ബുണ്ടറ് നശിഞ്ഞു പോയാൽ അങ്ങ് ഭൂകമ്പം ഉണ്ടായി. അങ്ങ് ഇത് അങ്ങ് വലിയ വലിയ താക്കത്തിൽ നിന്ന് ആളുമാർ വലിയ വലിയ പർവ്വതങ്ങളെ തുറന്നിട്ട് അവാക്കി അങ്ങ് രക്ഷപ്പെടുക സാധിച്ചില്ല. അപ്പൊ അങ്ങക്ക് എന്ത് തോന്നി, അങ്ങ് കുറെ അഹങ്കാരാനോ, ഞങ്ങൾ വലിയ താക്കത്തുള്ള ആളുമാർ, വലിയ വലിയ മനുഷ്യന്മാർ എന്നുള്ളത്. അപ്പൊ പിന്നെ ഒരു ഇതെന്തെങ്കിൽ ഇങ്ങ മൂജ്യത്തിൽ കേട്ടെടുത്തോണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മൂജ്യത്ത് വേണം ചെന്നിട്ട് കേട്ടോണ്ടറിയാം. കേട്ടിട്ടാകുമ്പോഴത്തേക്ക് കേട്ടാൽ പിന്നെ അത് വിശ്വസിച്ചില്ല കണ്ടെങ്കിൽ ഭയങ്കരമായിട്ടിരിക്കുക. അപ്പൊ കേട്ടത് കൊണ്ടായിട്ടിരിക്കുക എനിക്ക് അത് കിട്ടിയത് അങ്കൊരു ആ വൺടെ മൂജ്യത്തായിട്ട് അള്ളാഹു കൊടുത്തൻ കണ്ടെങ്കിലും ആ വൺടെ വന്നത് കൊണ്ട് അണ്ടത്ത് ഒരു നാളത്തെ തന്നെ എനിക്കില്ല, പിന്നെ ഒരു നാൾ തന്നെ കിട്ടും, പിന്നെ തെറന്നാത് വൺടേക്ക് തന്നെ. അങ്ങനെ രണ്ടാമത് ഇത് വൺടേടെ കേട്ടങ്ങ ആ മൂജ്യത്ത് കേട്ടിട്ടെടുത്തോണ്ടല്ലേ, അതങ്ങമേ ചൊന്നല്ലേ. ഈ പാറയിൽ നിന്ന് വൺടെ പറഞ്ഞുണ്ട്, അതും അങ്ങ് പിന്നെ അതിൽ പിന്നെ ഈ വൺടെ ഇങ്ങനെ മൂജ്യത്തായിട്ട് കാട്ടിക്കൊടുത്താൽ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ആഫത്ത്, ആ വൺടെ മൂജ്യത്തായ ആ വൺടെ അങ്ങ് ആഫത്തായിട്ട് അങ്കത് ആഫത്തായിട്ട് ആർക്ക് മുശ്രിക്കുകൾ എന്തേ അങ്ങനെ മൃഗങ്ങളൊന്നും ഈ വൺടയുടെ കാണുമ്പോൾ നിൽക്കലല്ലോ പിടിച്ചുകൊണ്ടേ. അപ്പോൾ അത് അങ്ക് ആ ഒരു കാരണം കൊണ്ടായിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
നാളത്തെ സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നബിയെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.